ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ ഉന്നയിച്ച് പരാമർശിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിനോട് മാന്യമായി റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ അസംബന്ധം പറഞ്ഞ. അതുപോലെ തന്നെയാണ് ഞാൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പറഞ്ഞതുപോലെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഞാൻ ഉന്നയിച്ചു എന്ന് പറഞ്ഞ വിഷയം എന്താ പറഞ്ഞാൽ അവിടെ നിലവിൽ ലൈവായി നിൽക്കുന്ന വിമർശനമാണത്. ലൈവായി ആ ജില്ലയിൽ നിൽക്കുന്ന വിമർശമാണ്. ആ വിമർശത്തെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഓർഗൻ മാറ്റി കലക്ഷൻ നടത്തിയതിന് പാർട്ടി ഡി സിക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളല്ല പറഞ്ഞത്. അത് അപ്പത്തരം സംഭവങ്ങൾക്ക് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ആ പാർട്ടിയുടെ സംഘടനാപരമായിരിക്കുന്ന ആരോഗ്യത്തിനകത്ത് വളരെ ഗുരുതരമായിരിക്കുന്ന അഴിമതി എന്ന് പറയുന്ന സാംക്രമികത പിടികൂടിയിരിക്കുന്നു എന്നാണ്. ഈ സാംക്രമികത പിടികൂടിയോടൊപ്പം തന്നെ അതിൽ ലൈംഗികമായ അരാജകത്വം ഉണ്ട് എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഈ സ്ത്രീകൾ നടത്തിയത്. ഇയാൾ നടത്തിയ സംഭവത്തെ അതിനെ സർഗാത്മകമായി ക്രിയാത്മകമായി വിമർശിക്കുന്നതിന് പകരം എന്റെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, സ്റ്റാലിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്ന് പറഞ്ഞതാണ് സാർ. സ്റ്റാലിന് ഒരിക്കലും തെറ്റുപറ്റില്ല. പിന്നീട് ആ ചരിത്രം വായിച്ചും എന്താ മനസ്സിലായെന്നറിയോ? സ്റ്റാലിൻ തെറ്റേ ചെയ്തിട്ടുള്ളത് മനസ്സിലാവുന്നത്. എന്നിട്ട് അത് പിന്നീട് പുസ്തകങ്ങളിലേക്ക് എന്ത് വായിക്കാണ്, ഞങ്ങൾ അതുപോലെ എടുത്തങ്ങ് പഠിക്കുകയാണ്. ഇതല്ല ശരി. അതുപോലെ എന്നാ ഒരാൾ പറയുന്ന വിമർശനം സ്വയം വിമർശനം എന്ന് പറഞ്ഞ് അവനവനെ തിരുത്തുക ഈ അവരവരെ തിരുത്തുക എന്ന് പറയുന്ന സർഗാത്മകമായ രാഷ്ട്രീയത്തിന് പകരം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനല്ല, ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന കലാപമാണ് ഈ സ്ത്രീകൾ ഇപ്പൊ നടത്തിയത്. അതാണ് അതിൽ ഏറ്റവും വൈകാരികമായിരിക്കുന്ന വിഷയം. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരുമാതിരി എന്താണെന്ന് പറഞ്ഞാല് മുമ്പ് നിന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ലാതെ അവിടെ ഒരാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നേരം ആ ആരോപണത്തിന് വസ്തുതാപരമായിരിക്കുന്ന നിലപാടുണ്ടായിരിക്കണം. കരുതാപ്പള്ളി ഞാൻ പറയുന്നത് വിജയപ്പള്ളി വാറാ നിങ്ങളോട് ആരാ പറഞ്ഞത്? ചുമ്മാ എന്തെങ്കിലും പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും പിന്നെ പരിസരം ഒന്നും അറിയില്ലാത്തതുപോലെ അങ്ങ് പറയാനില്ല. പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം കൊണ്ട് പറയില്ല. ഞാൻ തിരിച്ച് നിങ്ങളോട് കേട്ടെ, നിങ്ങളുടെ ഈ പാർട്ടിയുടെ ഏത് സമ്മേളനത്തിൽ കയറിയിട്ടാണ് നിങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും വിമർശിക്കുക? നിങ്ങൾ പറയുന്ന പണിയാനെടുക്കും. ഈ പ്രാക്കുള ഈ MA ബേബിയുടെ പിന്നെ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം നടത്തില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൈവച്ച് പറയാൻ പറ്റുമോ? സംഭവം അത് ഉള്ളതാണ് എന്ന വസ്തുതയാണ്. പകരം എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറയുന്നതാണ് അർത്ഥം. മറ്റല്ലാതെ ഈ സമരം നടത്തിയതും ഈ മുദ്രാവാക്യം വിളിച്ചതുമായിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഈ പാർട്ടി പൊളിക്കാനല്ല ഇത്. ഈ പാർട്ടി പൊളിച്ച് തകരുകയാണ്. ഈ പാർട്ടി അതിൻ്റെ ഉണ്ടായിരിക്കുന്ന ആത്മസംഘർഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ കാണാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്ഷീരബലാവർത്തന 101 പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനാണോ? ആ പറയുന്നത് എന്താ യുക്തിയുള്ളത്? അതിനെന്ത് രാഷ്ട്രീയമാണുള്ളത് വാസ്തവത്തിൽ? ഇതല്ല പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കണ്ണൂർ പറഞ്ഞു, ഞാൻ റൊമാൻറ്റിക് ആണ് സാർ. ഞാൻ റൊമാൻറ്റിക് ആണ്. എല്ലാ മാർക്സിസ്റ്റുകളും റൊമാൻറ്റിക് ആണോ? ഞാൻ എക്സ് മാർക്സിസ്റ്റ് ആണ് അല്ലേ നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളായിരിക്കും റിയൽ മാർക്സിസ്റ്റ് അല്ലേ? ഗംഭീര മാർക്സിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഇതുപോലെ അതുപോലെ CPM എന്നൊരു പാർട്ടി കേരളത്തിൽ പച്ചത്തുരുത്ത് ഇല്ലാതായാലും എന്ത് സംഭവിക്കുന്നത് സാർ? ഈ കേരളം രക്ഷപ്പെടും. എന്ന് ഈ പാർട്ടി കേരളത്തിൽ നിന്ന് വാനിഷ് ചെയ്യപ്പെടുന്നുവോ അന്ന് മാത്രമേ ഈ കേരളത്തിനകത്ത് ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ഈ കേരളത്തെ ഇത്രയേറെ മുച്ചൂട് പിടിച്ച് അഴിമതി സാർവത്രികമാക്കി മാറ്റി, അധികാരത്തിന്റെ അപ്രമാദിത്വങ്ങൾ സാർവത്രികമാക്കി മാറ്റി. ഏത് മേഖലയിലാണ് നിങ്ങൾ എന്തെങ്കിലും സർഗാത്മകമായിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് അപ്രോച്ച് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം. നിങ്ങൾ പറയുന്നത് പണിയാനെടുക്കും. ഞാൻ വെറുതെ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ വായി തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അത് പാർട്ടിയെ വിജയിക്കില്ല. നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഈ പാർട്ടിയെ കംപ്ലീറ്റ് കൊളാക്കുന്നത്. നിങ്ങൾ വാദം ചെയ്യുന്ന ആരാന്നറിയോ? ഈ പാർട്ടിക്കകത്ത് റാൻമൂടികളായിരിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ദാസ്യം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾക്ക് ഉന്നയിക്കുന്നത്. നിങ്ങളെപ്പോലത്തെ ആളുകൾ ജാമ്യത്തെടുക്കാനുണ്ടെന്നുള്ളതാണ് ഇവർക്ക് ഈ പറയുന്ന സംഭവം ചെയ്യാൻ തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഇത് ചെയ്യില്ല. ആ മുദ്രാവാക്യം പിടിച്ചിരിക്കുന്ന സ്ത്രീകളുടെ രോഷം നിങ്ങൾക്കറിയാം. ഞാൻ പഴയ സഭയ്ക്കാരനാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകാരികമാവുന്നത്. ഞാൻ പഴയ DYP-കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകാരികമാവുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായി വളരെ മാന്യമായ സമരത്തിൽ പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അത് വളരെ വൈകാരികമായ വിഷയമാണ്. ഇതൊന്നുമില്ല. നിങ്ങളെ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലേ? ഏത് സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? ഒരു സമരത്തിലും പങ്കെടുക്കില്ല, ഒന്നുമില്ല. ഈ പാർട്ടിക്കകത്ത് ബ്യൂറോക്രസിയുടെ ഭാഗമായി അതുവഴി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ന്യൂക്ലാസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഏർപ്പാട് നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം ഈ പാർട്ടിയെ സ്പിരിച്വലായി ആത്മീയമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ ധനം ഉണ്ടാകുമ്പോൾ ആ ധനത്തിന്റെ ഭാഗം എന്താവും അറിയോ? ആ ധനത്തിനകത്ത് ഈ മാതിരി വൈകൃതങ്ങൾ അതിന്റെ ഭാഗമായി തീരും.
ഒരു പാർട്ടീസുകാർക്ക് തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിന്റെ കൂറ് അങ്ങനെ സാധനം ഇപ്പോഴുണ്ടോ? ഇതില്ലാതായാൽ വരുന്ന അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്ത് നടന്നിരിക്കുന്ന സംഭവം നിങ്ങൾ പറയുന്ന കുലശേഖരം വരുന്ന അത് മാത്രമൊന്നുമല്ല ഇത് ഞാൻ ആവർത്തിക്കുകയാണ്. കേരളത്തിലെമ്പാടും തന്നെ ആവർത്തിക്കാൻ പോകുന്നതിന്റെ പരസ്യ പ്രഖ്യാപനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോ കേരളത്തിലെ തെരുവോരങ്ങളിൽ ജാഥ നടത്തിയത്, ആ ജാഥയുടെ ഭാഗമായിട്ടാണ് VSന് സീറ്റ് കൊടുക്കേണ്ടി വന്നത്, മത്സരിക്കേണ്ടി വന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പാർട്ടിയുടെ തീരുമാനം ജാഥകളിലൂടെ തിരിച്ചിരിക്കുന്ന ചരിത്രവും ജനാധിപത്യ വാഴ്ച കേരളത്തിലുണ്ട്. ഈ പറയുന്ന ഔദ്യോഗികമായ പക്ഷത്തിന്റെ കുടലൂത്തുകാരനായി വന്നിട്ട് സത്യത്തിൽ നിങ്ങൾ പ്രബോധനല്ലേ? പിണറായി പടന്നക്കരയിലാണ് കത്തിച്ചത്. ഞാൻ അത്യാവശ്യം കടത്തി പറയാത്തതാണ്, കടത്തി പറയാനായിട്ടില്ല. അത് വരും. ഞാൻ ഇതേ ഫ്ലോറിൽ വന്നിട്ട് അത് വരുന്ന ദിവസം ഇതേ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ സംസാരിക്കും. ഇതേ ദിവസം സംസാരിക്കും. അതുകൊണ്ടാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെഷസ്ക്യൂവിന്റെ ഭാര്യയും കടലിൽ നിന്നേ വരെ കര കണ്ടിട്ടില്ല. പ്രാക്കുളത്തെ CPM ലോക്കൽ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്ന വെടി, തന്നെ അയാളുടെ മരുമകനുമെതിരായിരിക്കുന്ന വെടി, ആ വെടി ഈ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സമ്മേളനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രകമ്പനം ഈ കേരളത്തിലെ പാർട്ടിയെ പിടിച്ചു കുലുക്കുകയും ചെയ്യും. കൊല്ലത്ത് നടന്നിരിക്കുന്ന ഈ സംഭവം കേരളം കൊല്ലം അറിഞ്ഞുകൂടാത്തോടാന്ന് പറയുന്ന ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞ ആളുകൾ ചെറുതാക്കല്ല വേണ്ടത്. അതിന് പകരം എന്താണെന്നറിയോ? ആ കൊല്ലം എന്ന് പറയുന്ന സംഭവത്തിന് ധീരോജ്വലമായ സമരത്തിന്റെ പൈതൃകമുണ്ട്. ആദ്യമായി ബോണസ് എന്ന് പറയുന്ന സംഭവത്തിന് തൊഴിലാളികൾ സമരം ചെയ്തിട്ട് ബോണസ് വാങ്ങിച്ചത് ഇവിടുന്ന, അതും ഈ കൊല്ലത്താണത്, ഈ കേരളത്തിനകത്ത്. ഇതുപോലെ ഉത്തരവ് സമത പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായും അതുണ്ടായിരിക്കും. പക്ഷേ പിന്നെ ജയരാജ് പറയുന്നതിന് പോലെ കശുപിടുത്തമില്ല. ആ കശുപിടുത്തമില്ല, അതിനൊരു ഊക്കുണ്ട്. അത് പറയുമ്പോൾ അങ്ങനെ വരാവുന്ന ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കല്ല വേണ്ടത്. അതിനകത്ത് മനസ്സൊന്ന് പിടക്കാൻ പഠിക്കണം. ആ പിടക്കുമ്പോൾ മാത്രമാണ് ആ പാർട്ടി ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ സർവ്വസാധനം കൊണ്ട് കോൺഗ്രസിന്റെ തലയിൽ കൊണ്ട് വെച്ച് കൊട്ടിക്കൊടുക്കുക. ഇവരിതൊന്നുമില്ല, ഇവരെല്ലാം ഗംഭീരമാണ്, സർവ്വതും ഗംഭീരം. ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരുത്തൻ സത്യത്തിൽ ഇപ്പൊ എന്താ പറയുന്നുണ്ടാവുക? പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് ഇതായിരുന്നില്ലല്ലോ പാർട്ടി. ഇതിനാണ് മിസ്റ്റർ ജയരാജ് ഞാൻ പറഞ്ഞത്. AB ബർദാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹം ധരിച്ചിരിക്കുന്ന കോട്ടും പാന്റും ഒരു ബാഗും മാത്രമാണ്. CPMന്റെ ഉന്നതരായിരിക്കുന്ന PV മെമ്പർമാരെയും ഈ പാർട്ടിയുടെ ലീഡേഴ്സിന്റെയും ആസ്തികൾ എത്രയാണ് എന്ന് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. എന്റെ അച്ഛൻ പാണ്ഡ്യാലഗോപാലൻ മരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ വളരെ പറഞ്ഞാണ് 110 ഉറുപ്പിയാണ് എന്റെ അച്ഛന്റെ മേശയിലൂടെ പേഴ്സിലുണ്ടായിരുന്നത്. 110 ഉറുപ്പിയ, ഒരു 100 ഉറുപ്പിയയും ഒരു കറുത്ത 10 ഉറുപ്പിയയും. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വലിയ ത്യാഗം നൽകിയിരിക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. ഇതുപോലെ 100 സഖാക്കളുണ്ട്. ഇപ്പൊ ഈ മറുഭാഗത്തോ ആ ഒരു ബാറ് കച്ചവടത്തിന് ഒരു ഭാഗത്ത്, സ്പിരിറ്റ് കച്ചവടത്തിന്റെ പേര് വേറൊരു ഭാഗത്ത്, വേറെ എന്തെല്ലാം കച്ചവടങ്ങൾ മറുഭാഗത്ത് വരുന്നു. ഏത് സർവമാന അഴിമതികളുടെയും ഭാഗമായി മാറുന്നു ഈ പാർട്ടി. ഈ ജയരാജ് എന്ന് പറയുന്ന സഖാവിന് സങ്കടമേ ഇല്ല. ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ ചർച്ച ചെയ്യും. ഏത് ബ്രാഞ്ചിൽ, എന്ത് ബ്രാഞ്ചിൽ? ഇതിലെന്താന്ന് പറഞ്ഞാല് ഈ കേൾക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അപഹസിക്കുന്നതിന് തുല്യമായി ചെയ്യാവുന്ന പരിഹാസങ്ങളും പുച്ഛങ്ങളുമാണിത്. ഇതൊന്നും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവൃത്തിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമല്ല എന്ന് മിസ്റ്റർ ജയരാജ് സത്യത്തിൽ ഇതാ നിങ്ങളോട് പറയാണ്. ഇത് സങ്കടകരമാണ്. ഇങ്ങനെ സംസാരിക്കരുത് ഒരിക്കലും.